മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന 57-കാരൻ മരിച്ചു. ഇടുക്കി രാജാക്കാട് ആത്മാവ് സിറ്റി സ്വദേശി മധു ആണ് മരിച്ചത്. ഓഗസ്റ്റ് 14-നാണ് മകൻ സുധീഷ് അച്ഛനെ ക്രൂരമായി മർദ്ദിച്ചത്. തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. സുധീഷ് നിലവിൽ റിമാൻഡിലാണ്. ആഷിഖിന്റെ വിശദാംശങ്ങൾ നൽകാനേ. ആഷിഖ്, എന്തിനായിരുന്നു ഈ മർദ്ദനം? സുധീഷിനെ പറ്റി എന്താണ് പോലീസ് പറയുന്നത്? ജീന, കഴിഞ്ഞ ഓഗസ്റ്റ് 14-നാണ് ഈ സംഭവം നടക്കുന്നത്. രാജാക്കാട് ആത്മാവ് സിറ്റി സ്വദേശിയായ സുധീഷ് വീട്ടിൽ മദ്യപിച്ചെത്തി മാതാവിനെ മർദ്ദിക്കുകയായിരുന്നു. വീട്ടിലെ കാര്യങ്ങൾ നോക്കാത്തതിന്റെ പേരിൽ സുധീഷിനെ ശ്വാസിച്ചതിനാണ് ഈ മാതാവിനെ മർദ്ദിച്ചത്. തുടർന്ന് മാതാവിനെ മർദ്ദിക്കുന്നത് കണ്ടുകൊണ്ട് വന്ന അച്ഛൻ മധുവിനെയും സുധീഷ് ക്രൂരമായി മർദ്ദിച്ചു. ക്രൂരമായി പരിക്കേറ്റ ഈ സുധീഷിനെ മധുവിനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി ഇവിടെ തൊടുപുഴയുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മധുവിനെ മാറ്റുകയും അവിടെ ചികിത്സയിൽ കഴിയുകയുമായിരുന്നു. പോലീസ് സുധീഷിനെ പിടികൂടുകയും കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് ഇയാൾക്കെതിരെ കൊലപാതക ശ്രമത്തിനടക്കം കേസ് ചുമത്തി റിമാൻഡിൽ വിടുകയും ചെയ്തു. നിലവിൽ ഇന്നാണ് ചികിത്സയിലിരിക്കുന്ന മധു മരണപ്പെട്ട വിവരം വരുന്നത്. ഇന്ന് രാവിലെ മധു മരണപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്ന. ഇയാൾക്കെതിരെ കൊലപാതക കുറ്റത്തിനടക്കം കേസെടുക്കുന്ന കാര്യം ആലോചനയിലാണ് എന്നുള്ളതാണ്. ഏതായാലും ഒരു ദാരുണമായ സംഭവമാണ് രാജാക്കാട് ആത്മാവ് സിറ്റിയിൽ നിന്ന് പറയുന്നത്. മകന്റെ മർദ്ദനത്തിൽ ഈ പിതാവ് മരണപ്പെട്ടു എന്നുള്ളതാണ്. മദ്യപിച്ച് മാതാപിതാക്കളെ രണ്ടുപേരെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മാതാവിനെ മർദ്ദിക്കുന്നത് ചോദ്യം ചെയ്തു വന്ന പിതാവിനെയാണ് ഈ ആത്മാവ് സിറ്റി സ്വദേശിയായിട്ടുള്ള സുധീഷ് മർദ്ദിക്കുന്നത്. ഏതായാലും രാജാക്കാട് സ്വദേശിയായ മധുവാണ് മകന്റെ മർദ്ദനത്തിൽ മരണപ്പെട്ടത്. ജീന, ശരി.